ഹൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കമ്പനി മീറ്റിംഗ്സ് ആൻഡ് വൈൻഡിങ് അപ്പ് എന്നുള്ള കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ 5ാമത്തെ മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടൈപ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ചോദിക്കാം, മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ചോദിക്കാം, പിന്നെ റെസൊല്യൂഷനെ പറ്റി ചോദിക്കാം, മീറ്റിങ്സിൻ്റെ ടൈപ്പ് ചോദിക്കാം. മനസ്സിലായോ? അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് മൊഡ്യൂൾ 5 കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ. പഠിക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് കമ്പനി മീറ്റിങ്സിനെ പറ്റിയിട്ടാണ്. അത് നെക്സ്റ്റ് ചാപ്റ്ററിലായിട്ടാണ് വൈൻഡിങ് അപ്പിനെ കുറിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പനി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെയാണ് കമ്പനിയുടെ ഏതൊരു കാര്യത്തെക്കുറിച്ചിട്ടും ഒരു ഡെസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്? മീറ്റിംഗ് കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. കമ്പനി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് കമ്മിങ് ടുഗെദർ ഓഫ് അറ്റ് ലീസ്റ്റ് എ കോറം ഓഫ് മെമ്പേഴ്സ് ഇൻ ഓർഡർ ടു ട്രാൻസാക്ട് എയ്തർ ഓർഡിനറി ഓർ സ്പെഷ്യൽ ബിസിനസ് ഓഫ് ദ കമ്പനി. ഓക്കെ, അപ്പോൾ കോറം ഓഫ് ദ മെമ്പേഴ്സ്, അതായത് കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ലീസ്റ്റ് ഇത്രയെങ്കിലും പേഴ്സൺസ് ആ കമ്പനിയിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്നുണ്ടല്ലോ, അതിനെയാണ് കോറം എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി പ്രസൻറ്റഡ് ഇൻ എ മീറ്റിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി മീറ്റിംഗ് ആണ്. അതിൽ 2 അതിലധികമോ പേഴ്സൺസ് നിർബന്ധമായിട്ടുണ്ടാവണം. അത് നോട്ടീസ് ഈസ് എസെൻഷ്യലാണ്. നോട്ടീസ് എസെൻഷ്യലാണെന്ന് പറയുമ്പോൾ എന്താണ്? അതായത് മീറ്റിംഗ് ഉണ്ട് എന്നുള്ളത് ഒരു 7 days ബിഫോറെങ്കിലും, അറ്റ്ലീസ്റ്റ് 7 days, 14 days ആണ് പറയുക, അറ്റ്ലീസ്റ്റ് 7 days ബിഫോറെങ്കിലും എന്താണ് മീറ്റിങ്ങിൽ കൂടേണ്ടുന്ന മെമ്പേഴ്സിനെ അറിയിച്ചിരിക്കണം. ദെൻ ഹെൽഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ്, ഡേറ്റ്, ടൈം അല്ലേ. അതായത് അതൊരു മീറ്റിംഗ് നടക്കാൻ പോകുന്ന സ്ഥലം, പിന്നെ ടൈം, തീയതി, ഇതൊക്കെ എന്ത് ചെയ്യണം? പറഞ്ഞിരിക്കണം. മസ്റ്റ് ബി ഹെൽഡ് ആസ് പെർ കമ്പനീസ് ആക്ട് പ്രകാരമാണ് അത് എന്ത് ചെയ്യേണ്ടത്? നടക്കുന്നത്. നെക്സ്റ്റ് കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്. കമ്പനി മീറ്റിംഗ് 4 തരമാണ് മെയിനായിട്ടുള്ളത്. മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്, മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്, മീറ്റിംഗ് ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അത് ഫ്രീക്വൻ്റ്ലി ആയിട്ട് നടത്തേണ്ടുന്ന ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിങ്ങിനെ ബോർഡ് മീറ്റിംഗ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിൻറ്റ്സ്, പ്രധാനപ്പെട്ട കുറച്ച് മാറ്റർ ഉണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ബോർഡ് മീറ്റിംഗ് ആണ്. എപ്പോഴൊക്കെയാണ് ബോർഡ് മീറ്റിംഗ് നടക്കേണ്ടത്? അതായത് ഇപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു, ഈ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഡേറ്റ് മുതൽ 30 ദിവസത്തിനകം ഫസ്റ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. പിന്നെ മിനിമം 1 വർഷത്തിനുള്ളിൽ 4 മീറ്റിംഗെങ്കിലും നടത്തണം. ഓക്കെ, 1 person കമ്പനിയോ സ്മോൾ ആൻഡ് ഡോർമാൻറ്റ് കമ്പനിയോ ഒക്കെ അറ്റ്ലീസ്റ്റ് 1 മീറ്റിംഗ് നടത്തിയാൽ മതി. അല്ലെങ്കിൽ 1 മീറ്റിംഗ് എന്ത് ചെയ്താൽ മതി? ഒരു കലണ്ടർ ഇയറിൻ്റെ പകുതിയിൽ 1 മീറ്റിംഗ് നടത്തിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ 1 person കമ്പനി ഉണ്ട്, OPC, ഇവരും പിന്നെ അതേപോലെ ചെറിയ കമ്പനികൾ, പിന്നെ ഡോർമെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് കമ്പനിയാണ്. ഈ ടൈപ്പ് ഓഫ് കമ്പനീസൊക്കെ എന്ത് നടത്തിയാൽ മതി? 1 വർഷം 2 മീറ്റിംഗ് നടത്തിയാൽ മതി. അതായത് കലണ്ടർ ഇയറിൻ്റെ പകുതിക്ക് 1 മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം 2 മീറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ്. മിനിമം 7 days നോട്ടീസ് എന്ത് ചെയ്യണം? ടു സെൻഡ് ടു എവറി ഡയറക്ടേഴ്സ്. ദെൻ നെക്സ്റ്റ് അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞ ടേം, ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അജണ്ട എന്താണ്? കോറം എന്താണ്? ഇനി വരാൻ പോകുന്ന പ്രോക്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം ഉണ്ട്, അതെന്താണെന്നൊക്കെ 2 മാർക്കിന് ചോദിച്ചേക്കാവുന്നതാണ്. അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടേം അജണ്ട മീൻസ് തിങ്സ് ടു ബി ഡൺ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അജണ്ട. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് എ മീറ്റിംഗ്. മീറ്റിങ്ങിൽ നടത്താൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മീറ്റിങ്ങിൽ എന്തിനെക്കുറിച്ചൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത്, ആ മാറ്ററാണ് എന്തെന്ന് പറയുന്നത് അജണ്ട. ദ നെക്സ്റ്റ് കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോറം ഫോർ എ മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ഷാൾ ബി 1/3 ഓഫ് ഇറ്റ്സ് ടോട്ടൽ സ്ട്രെങ്ത് ഓർ 2 directors whichever is higher അല്ലേ. ബോർഡ് മീറ്റിങ്ങിൻ്റെ കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 1/3 അല്ലെങ്കിൽ 2 ഡയറക്ടറോ, ഇതിലേതാണോ ഹയർ ആയിട്ടുള്ളത് അതാണ് ബോർഡ് മീറ്റിങ്ങിൻ്റെ കോറം. അപ്പോൾ കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ മീറ്റിംഗ്, അതിനെയാണ് കോറം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ചെയർപേഴ്സൺ. എല്ലാ മീറ്റിങ്ങും പ്രിസൈഡ് ഓവർ ചെയ്യുക ആരാണ്? ചെയർപേഴ്സണാണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റിങ്ങിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടാണ്. അത് സ്പെഷ്യൽ റെസൊല്യൂഷനുണ്ട്, ഓർഡിനറി റെസൊല്യൂഷനുണ്ട്. ഓക്കെ, ചില കേസിന് ഓർഡിനറി റെസൊല്യൂഷൻ മതി,
അതായത് 1/3 ആൾക്കാർ എന്ത് ചെയ്താൽ മതി, അവരുടെ സമ്മതം കിട്ടിയാൽ മതി, പാസ് ചെയ്താൽ മതി. സ്പെഷ്യൽ റെസൊല്യൂഷൻ 3/4 ആൾക്കാരും എന്ത് ചെയ്യേണ്ടതുണ്ട്, സമ്മതിക്കേണ്ടതുണ്ട്. അതാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ചില കാര്യങ്ങൾക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ വേണം. അത് നെക്സ്റ്റ് വോട്ടിംഗ്. ഓരോ ഡയറക്ടേഴ്സിനും എന്തുണ്ട്, മീറ്റിങ്ങിൽ വോട്ട് ചെയ്യാനുള്ള ഈക്വൽ റൈറ്റ് ഉണ്ട്. ഇനി എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയർപേഴ്സണിന് ഒരു കാസ്റ്റിംഗ് വോട്ട് ഉണ്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡറിൻ്റെ മീറ്റിംഗ് 3 തരത്തിലുള്ള മീറ്റിംഗ് ഉണ്ട്. ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്, ക്ലാസ് മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ്. കമ്പനി മീറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഈ ഒരു മീറ്റിങ്ങിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പേഴ്സിന് ആ ഒരു വർഷത്തിൽ കമ്പനിയുടെ പ്രോഗ്രസ്സിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇനി ആനുവൽ ജനറൽ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് സെക്രട്ടറി, കമ്പനി സെക്രട്ടറി, CS എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്താണ്, അത് ബിഫോർ ദ മീറ്റിംഗ് ഉണ്ട്, അറ്റ് ദ മീറ്റിംഗ് ഉണ്ട്, ആഫ്റ്റർ ദ മീറ്റിംഗ് ഉണ്ട്. ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ അക്കൗണ്ട്സ് റെഡി ആയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ബോർഡ് മീറ്റിങ്ങിൽ ഫൈനൽ അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്തിട്ട് അത് അപ്രൂവലിന് വേണ്ട പെർമിഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ദെൻ നോട്ടീസ് ഷെയർ ഹോൾഡേഴ്സിനും ഡയറക്ടേഴ്സിനും ഓഡിറ്റേഴ്സിനും ഒക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, മീറ്റിങ്ങിൻ്റെ ഒരു 21 days ബിഫോർ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോട്ടീസ് അയക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് മേക്ക് നെസറി അറേഞ്ച്മെൻറ്റ് ഫോർ പോൾ പ്രിപ്പയറിങ് വോട്ടിംഗ് പേർപ്പേഴ്സ് അല്ലേ. അതായത് ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്, അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ വരും, അപ്പോൾ അതിന് വോട്ടിംഗ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ അറേഞ്ച്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കമ്പനി സെക്രട്ടറി ചെയ്യേണ്ടതാണ്. ദെൻ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതായത് അവരുടെ സിഗ്നേച്ചർ വാങ്ങുക എന്നുള്ളത്. പിന്നെ ക്വാറം അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയർമാനെ ഹെൽപ്പ് ചെയ്യുക, ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് വായിക്കുക. പിന്നെ അതേപോലെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയർമാനെ ഹെൽപ്പ് ചെയ്യുക. ദെൻ മീറ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നോട്ട്സ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ആഫ്റ്റർ ദി മീറ്റിങ്ങിന് ശേഷം ടു പ്രിപ്പയർ ദ മീറ്റിംഗ് മിനിറ്റ്സ് ആ റിപ്പോർട്ടാണ് മീറ്റിംഗ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. അത് പ്രിപ്പയർ ചെയ്യുക. ഈ മീറ്റിംഗ് മിനിറ്റ്സ് ചെയർമാനെ കൊണ്ട് എന്ത് ചെയ്യുക, അപ്രൂവ് ചെയ്യിപ്പിക്കുക. ദെൻ ഇതിനെക്കുറിച്ചിട്ട് ഈ ഒരു അപ്പോയിൻമെൻറ്റിനെ കുറിച്ചിട്ട് ഡയറക്ടേഴ്സിനോടും ഓഡിറ്റേഴ്സിനും ഇൻറ്റിമേഷൻ അറിയിക്കുക എന്നുള്ളത്. ഇത്രയാണ് മീറ്റിങ്ങിന് ശേഷം കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഉള്ളതാണ് ഷെയർ ഹോൾഡറിൻ്റെ മീറ്റിങ്ങിൽ രണ്ടാമത്തത് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്. എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്ട്രാ ഓർഡിനറി മീറ്റിങ്ങിന് നടത്തുന്നത് 2 ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ബെറ്റ്വീൻ ആയിരിക്കണം എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് എന്ത് ചെയ്യുക, നടക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗാണ് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് അല്ലാത്തത്, അതാണ് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നത്. then ക്ലാസ് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും അല്ലേ. അവർ ഏതൊക്കെ ടൈപ്പ് ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ബേസിൽ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, ക്ലാസ് മീറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു. ഇത് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ സപ്ലയേഴ്സാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവരുടെ മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡർ. കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡറിന് എന്താണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടുന്ന മീറ്റിംഗാണ് ഡിബഞ്ചർ ഹോൾഡറിൻ്റെ മീറ്റിംഗ്. അപ്പോൾ ഇത്രയാണ് കമ്പനി മീറ്റിങ്ങുകൾ. ദെൻ നെക്സ്റ്റ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് അല്ലെങ്കിൽ റിക്വസിറ്റ്സ് ഓഫ് വാലിഡ് മീറ്റിംഗ്. ഒരു വാലിഡ് മീറ്റിങ്ങിൻ്റെ അവശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, പ്രോപ്പർ അതോറിറ്റി ടു കൺവീൻ ദ മീറ്റിംഗ് കൺവീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ അതോറിറ്റി വേണം. ഒരു ഷെയർ ഹോൾഡർ മാത്രം വിളിച്ചാൽ ഒരു അതോറിറ്റി തന്നെ ഉണ്ടാവണം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദ നെക്സ്റ്റ്, നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് അല്ലേ. എന്താണ് വിവരം, മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള വിവരം എന്ത് ചെയ്യേണ്ടതുണ്ട്, മെമ്പേഴ്സിനെ അറിയിക്കണം. ക്വാറം ഉണ്ടാവണം, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹു മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ദ മീറ്റിംഗ്, അതാണ് ക്വാറം എന്ന് പറയുന്നത്. ദെൻ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ്, ചെയർമാനാണ് മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുക. അപ്പോൾ ചെയർമാൻ നെസസറിയാണ് ടു കണ്ടക്ട് ദ മീറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ചെയർമാൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സെറ്റ് ദ അജണ്ട സെറ്റ് ചെയ്യുക, ടു ലീഡ് ദ മീറ്റിംഗ് ലീഡ് ചെയ്യുക, പിന്നെ മീറ്റിങ്ങിൽ ഓർഡേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ
കൺവെൻഷൻസ് ഓഫ് ദ മീറ്റിംഗ് ആർ ബിൻ ഫോളോഡ്. അതായത് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നെന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. മെമ്പേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ടോ എന്നെന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ടു എക്സസൈസ് കാസ്റ്റിംഗ് വോട്ട് ഫോർ ഹിസ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ താല്പര്യത്തിനനുസരിച്ച് വേണം അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് വോട്ട്. അത് ലാസ്റ്റാണ് എടുക്കുക. എല്ലാ ആൾക്കാരും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ട് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ, തുല്യമായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, കമ്പനിയുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് വോട്ട് ഇദ്ദേഹം അവിടെ എന്ത് ചെയ്യും, യൂസ് ചെയ്യണം. ഓക്കെ. ദ നെക്സ്റ്റ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്. ഓക്കെ. മിനിറ്റ്സ് ഇസ് എ ക്ലിയർ മിനിറ്റ്സ് ആ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറയല്ലേ മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. ആ സെക്രട്ടറിയുടെ എന്താണ്, മീറ്റിങ്ങിന് ശേഷം സെക്രട്ടറി ചെയ്യേണ്ടുന്ന ഡ്യൂട്ടിയാണ് മീറ്റിംഗ് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അതായത് അക്യുറേറ്റ് റെക്കോർഡ് ഓഫ് ദ പ്രൊസീഡിങ്സ് ആൻഡ് ഡെസിഷൻസ് അതേ മീറ്റിങ്ങിൽ നടത്തിയിട്ടുള്ള തീരുമാനങ്ങളുടെയും പിന്നെ അതേപോലെ പ്രൊസീഡിങ്സിൻ്റെയും ഒക്കെ അക്യുറേറ്റ് കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള റെക്കോർഡിനെയാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് യൂസ് ഓഫ് മിനിറ്റ്സ്. ഈ മിനിറ്റ്സ് എന്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും, എന്തിനു വേണ്ടിയിട്ടാണ് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ് എ ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് അറ്റ് എ മീറ്റിങ്ങിൽ നടന്നിട്ടുള്ള എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെയും റെക്കോർഡ് എന്താണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊരു പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് ദി മീറ്റിംഗ് ആണ്. ഇറ്റ് ആക്സെപ്റ്റഡ് ഇൻ എ കോർട്ട് ഫ്ലോ ഫോർ എവിഡൻസ്. അല്ലേ, കോർട്ട് ഓഫ് ഫ്ലോയിൽ എവിഡൻസ് ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ടു പ്രൊവൈഡ് ലിങ്ക് ബിറ്റ്വീൻ വൺ മീറ്റിംഗ് ആൻഡ് ദ പ്രീവിയസ് മീറ്റിംഗ്. അല്ലേ, കഴിഞ്ഞ മീറ്റിങ്ങിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിലേക്കുള്ള ലിങ്ക് ആയിട്ടും അത് എന്ത് ചെയ്യണം, അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വോട്ടിംഗ്. ഓരോ ഡയറക്ടറിനും എന്തുണ്ട്, വോട്ടുണ്ട്. ടു പുട്ട് വോട്ട് അറ്റ് ദ മീറ്റിംഗ്. അല്ലേ, അത് എങ്ങനെയായിരിക്കാം, ഒന്നെങ്കിൽ വോട്ടിംഗ് ബൈ പോൾ വഴി ചെയ്തിട്ട്, അല്ലെങ്കിൽ ഷോ ഓഫ് ഹാൻഡ് കൈ ഉയർത്തി കാണിച്ചിട്ടോ വോട്ട് ചെയ്യാം. നെക്സ്റ്റ് ടേം പ്രോക്സിയാണ്. പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മെമ്പറിന് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മെമ്പർ അറേഞ്ച് ചെയ്യുന്ന ഒരു ഓതറൈസ്ഡ് ഏജൻറ്റിനെയാണ് പ്രോക്സി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏജൻറ്റിന് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ആർക്ക്, ബിഹാഫ് ഓഫ് ദ മെമ്പർ. ഓക്കെ. ദ നെക്സ്റ്റ് റെസൊല്യൂഷൻ റെപ്രസെൻറ്റ് ദ കളക്റ്റീവ് ഡെസിഷൻ ഓഫ് ദ മീറ്റിങ്ങിൻ്റെ കളക്റ്റീവ് ഡെസിഷനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ റെസൊല്യൂഷൻ രണ്ട് തരത്തിലുണ്ട്, ഓർഡിനറി റെസൊല്യൂഷൻ ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. സിംഗിൾ മെജോറിറ്റി മതി, അതിനാണ് ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ. എന്നാൽ 3/4 മെജോറിറ്റി, 3/4 ആൾക്കാരുടെയും സമ്മതം വേണം ഒരു കാര്യം പാസ്സാക്കാൻ എന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയാം. അതിന് ഡിഫറൻസ് 5 മാർക്കിന് എപ്പോഴും ചോദിച്ചു തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി റെസൊല്യൂഷൻ ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് റിക്വയർഡ് ഫോർ ഓർഡിനറി മാറ്റർ. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ സ്പെഷ്യൽ മാറ്റർ. പിന്നെ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് വോട്ട്സ്. എന്നാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ എങ്ങനെയാണ്, ഇറ്റ് ഈസ് പാസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 3/4. അല്ലേ, കുറഞ്ഞത് 3/4 ആൾക്കാരുടെയെങ്കിലും വോട്ട് ഉണ്ടായിരിക്കണം. ദെൻ ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു മെൻഷൻ ഇൻ ദ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ്. അതായത് നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു ഇതാണെന്ന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മീറ്റിങ്ങിൽ മെയിനായിട്ട് നോട്ടീസിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ അങ്ങനെയല്ല, മീറ്റിങ്ങിൻ്റെ ആ നോട്ടീസിൽ ഈ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യേണ്ടതുണ്ട്, മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഈ ഓർഡിനറി റെസൊല്യൂഷൻ്റെ കോപ്പി രജിസ്ട്രാറുമായിട്ട് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല, കാരണം എപ്പോഴും കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ് അല്ലേ. എന്നാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെ കോപ്പി രജിസ്ട്രാറുമായിട്ട് ഫയൽ ചെയ്യണം. ചെയർമാൻ ക്യാൻ യൂസ് ഹിസ് കാസ്റ്റിംഗ് വോട്ട്. ഇവിടെ ഓർഡിനറി റെസൊല്യൂഷൻ നടക്കുന്ന സമയത്താണ് ചെയർമാൻക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ നടക്കുന്ന സമയത്ത് ചെയർമാൻക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാസ്റ്റിംഗ് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇത് നെക്സ്റ്റ് കമ്പനി സെക്രട്ടറി. നമ്മൾ നേരത്തെ കമ്പനി സെക്രട്ടറിയുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഇനി അതുപോലെ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിൻസിപ്പൽ ഓഫീസറാണ്, റെസ്പോൺസിബിൾ ഫോർ ദ സെക്രട്ടേറിയൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ആസ് പെർ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനിയുടെ മാനേജ്മെൻറ്റ് ആൻഡ് സെക്രട്ടേറിയൽ ആക്ടിവിറ്റീസിന് അല്ലേ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ ഓഫീസറാണ് കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്, പ്രൊമോഷൻ, ഫോർമേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി, ആൻഡ് അറേഞ്ചിങ് ബോർഡ് മീറ്റിംഗ്, അറേഞ്ചിങ് ജനറൽ മീറ്റിംഗ്, പ്രിപ്പറേഷൻ ഓഫ് മിനിറ്റ്സ്, മെയിൻറ്റെയിനിങ് ദ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റർ, keeping safe custody of company seal, communicating with the company shareholder, ensuring good corporate governance. Okay. Then rights of company secretary. Company secretary rights. He has the right to supervise, direct and control all the office activities of the subordinate office. അല്ലേ, അതായത്
എല്ലാ ആക്ടിവിറ്റീസും, എല്ലാ ഓഫീസ് ആക്ടിവിറ്റീസും ഡയറക്റ്റ് ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും സൂപ്പർവൈസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. ഹി ഹാസ് റൈറ്റ് ടു അറ്റൻഡ് ദ ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് ഹി ഹാസ് ടു ക്ലെയിം ഹിസ് സാലറി ആൻഡ് അതർ അലവൻസസ്, ബാക്കിയുള്ള അലവൻസുകളും സാലറികളും ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പ്രോപ്പർ ഗൈഡ് ലൈൻസ് ടു കൺസേൺഡ് ഓഫീസേഴ്സിന് പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഡ്യൂറിങ് വൈൻഡിങ് അപ്പ് ഹി ക്യാൻ ക്ലെയിം ഹിസ് ലീഗൽ ഡ്യൂസ്. അവരുടെ ആ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് അവർക്ക് കിട്ടാനുള്ള, കമ്പനി സെക്രട്ടറിക്ക് കിട്ടാനുള്ള ലീഗൽ ഡ്യൂസ് നേടിയെടുക്കാനുള്ള, ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ കീ ഏരിയാസായിട്ട് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, കമ്പനിയുടെ മീറ്റിംഗ് എന്ന് പറയുന്നതിൽ, അപ്പോൾ കമ്പനിയുടെ മീറ്റിംഗ് ഏതൊക്കെയാണ്, കുറച്ച്, അതായത് ഇത് ഷോർട്ട് നോട്ടാണ്, നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക, വായിക്കുക. ഈ ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കട്ടെ. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ ആവശ്യമുള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് ഈ മൊഡ്യൂളിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ചാപ്റ്ററാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റിയലൈസേഷൻ ഓഫ് അസറ്റ്, പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് among the members of company. It is also known as liquidation of a company. അല്ലേ, കമ്പനി എന്ത് ചെയ്യാൻ പോവുകയാണ്, കമ്പനി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അസറ്റുകളെല്ലാം റിയലൈസ് ചെയ്തിട്ട് പിന്നെ ലയബിലിറ്റീസൊക്കെ പേ ചെയ്യുക. സർപ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ, കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിനൊക്കെ അവസാനിപ്പിക്കുന്ന രീതിയാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലും വൈൻഡിങ് അപ്പ് ഉണ്ട്. വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ, വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഓക്കെ, ട്രിബ്യൂണൽ വൈൻഡപ്പ് ചെയ്യുക, എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ്, അല്ലേ, ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസാണ് കമ്പനി ചെയ്യുന്നത്, പബ്ലിക്കിനെതിരായിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ കോർട്ട് നേരിട്ട് തന്നെ എന്ത് ചെയ്യണം, വൈൻഡപ്പ് ചെയ്യുന്നതാണ്, അവസാനിപ്പിച്ചോളാം പറയുന്നതാണ് വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽസ് കമ്പൽസറി. പിന്നെ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ അപ്പോൾ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലേ, അപ്പോൾ അവർ എല്ലാവരും കൂടെ, എല്ലാ മെമ്പേഴ്സും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്. നമുക്കിനി ഇത് മുന്നോട്ട് പോകാനും നമുക്ക് പറ്റില്ല എന്ന് തീരുമാനം എടുത്തുകൊണ്ട് സ്വമേധയാ നമുക്കിത് നിർത്താമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഓക്കെ, വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ നോക്കൂ, അതാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇൻ കേസ് ഓഫ് കമ്പനി ഡസ് നോട്ട് പേ ഡെപ്റ്റ് എമംഗ് എക്സീഡ് 1, അതായത് 1,00,000 രൂപയിൽ മുകളിലുള്ള എമൗണ്ട് ഉണ്ടായിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പനി ട്രിബ്യൂണൽ എന്ത് ചെയ്യും, വൈൻഡപ്പ് ചെയ്യും. Then in case of fails to submit annual returns and financial statement, last 5 financial years ആയിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളോ ആനുവൽ റിട്ടേണോ ഒന്നും സബ്മിറ്റ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ ഫോർമേഷൻ ഓഫ് കമ്പനീസ് ഫോർ എനി ഒരു അൺലോഫുൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് കമ്പനി ഫോം ചെയ്തിട്ടുള്ളത് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ദെൻ ഫ്രോഡുലൻ്റ് മാനറിലാണ് കമ്പനി തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അതേപോലെ ഇൻ കേസ് ഓഫ് സിക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള കമ്പനിയാണ്, അല്ലേ, അതായത് ഒരു റിവൈവലും അവർക്ക് പറ്റില്ല, റിഹാബിലിറ്റേഷനും റിവൈവലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവൻ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ട്രിബ്യൂണൽ എന്ത് ചെയ്യുന്നത്, കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നത്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ ഇൻ്റർഫിയർ ചെയ്യാതെ സ്വമേധയാ മെമ്പേഴ്സ് എടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം, കമ്പനി പൂട്ടാം എന്നുള്ള തീരുമാനമാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഒന്ന്, ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. വോളണ്ടറി വൈൻഡിങ് അപ്പ് എടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം, ആ കമ്പനി സോൾവൻ്റ് ആണെങ്കിൽ മാത്രമാണ് മെമ്പേഴ്സിന് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. സോൾവൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു പേ ദെയർ ഡെപ്റ്റ്, അതാണ് സോൾവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അവർക്ക് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള കഴിവുണ്ട് എന്ന് നിൽക്കുമ്പോൾ തന്നെയാണ് അവർക്ക് എന്ത് പറ്റുള്ളൂ, ആ കമ്പനി പൂട്ടിപ്പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സോൾവൻസി ഡിക്ലെയർ ചെയ്യണം, എന്നാൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വൈൻഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഷെയർ ഹോൾഡേഴ്സ് മസ്റ്റ് മീറ്റ് ആൻഡ് പാസ് ഓൺ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സ് മീറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ ഓർഡിനറി റെസൊല്യൂഷനോ അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷനോ പാസ്സാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, കമ്പനി വൈൻഡപ്പ് ചെയ്യാം. ദെൻ ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് കൂടിയിട്ട്, അല്ലെ, കമ്പനി ഷുഡ് കോൾ എ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് മെജോറിറ്റി ഷുഡ് എഗ്രി ഫോർ വൈൻഡിങ് അപ്പ്. ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗും എന്ത് ചെയ്യണം, വിളിക്കണം, അതിൽ മെജോറിറ്റി ആൾക്കാർ വൈൻഡപ്പിന് സമ്മതിക്കുകയും വേണം. ഈ കേസിലൊക്കെയാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് സാധ്യമാവുകയുള്ളൂ. നെക്സ്റ്റ്, വോളണ്ടറി വൈൻഡിങ് അപ്പിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസ്. ഒന്ന്, കമൻസ്മെൻറ്റ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് സ്റ്റാർട്ടിംഗ് ആണ്. ദെൻ സ്റ്റോപ്പിംഗ് ദ ബിസിനസ് എന്ത് ചെയ്യുക, നിർത്തുക. ദെൻ പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി, ഒരു ലിക്വിഡേറ്ററിനെ എന്ത് ചെയ്യുക, അപ്പോയിൻറ്റ് ചെയ്യുക. പവേഴ്സ് ടു റിമൂവ് ആൻഡ് ഫിൽ വേക്കൻസി ഓഫ് കമ്പനി ലിക്വിഡേറ്റർ, അല്ലേ, കമ്പനി ലിക്വിഡേറ്ററിൻ്റെ വേക്കൻസി ഫില്ല് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, നോട്ടീസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ലിക്വിഡേറ്റർ, അല്ലേ, അപ്പോൾ ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള നോട്ടീസ് കൊടുക്കുക. സീസർ ഓഫ് ബോർഡിൻ്റെ പവർ, അപ്പോൾ കമ്പനിയുടെ സീസ് ഓഫ് ബോർഡ്സ് പവർ, അല്ലേ,
എന്താണ് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോർഡിന് പവറില്ല. പിന്നെ പവറൊക്കെ ആർക്കാണ്? ലിക്വിഡേറ്ററിനാണ്. പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് കമ്പനീസ് ലിക്വിഡേറ്റർ ഇൻ വോളണ്ടറി വൈൻഡിങ് അപ്പ്, ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനീസ് അല്ലേ, ലിക്വിഡേറ്റർ ടു സബ്മിറ്റ് റിപ്പോർട്ട് ആൻഡ് പ്രോഗ്രസീവ് വൈൻഡിങ് അപ്പ്. പിന്നെ ലിക്വിഡേറ്റർ പിന്നെ കുറച്ച് കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അസസ് ചെയ്തിട്ട് റിപ്പോർട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? സബ്മിറ്റ് ചെയ്യും. റിപ്പോർട്ട് ഓഫ് ലിക്വിഡേറ്റർ ടു ട്രിബ്യൂണൽ ഫോർ എക്സാമിനേഷൻ ഓഫ് പേഴ്സണെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രിബ്യൂണലിനാണ് ലിക്വിഡേറ്റർ എന്ത് ചെയ്യുക? റിപ്പോർട്ട് കൊടുക്കുക. ഫൈനൽ മീറ്റിംഗ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ഫൈനൽ മീറ്റിംഗ് വിളിച്ചിട്ട് കമ്പനി ഡിസോൾവ്. ഓക്കെ, ദെൻ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? ഷെയർ ഹോൾഡേഴ്സിനുള്ള കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ലയബിൾ ടു പേ ദ ഫേസ് വാല്യൂ ഓഫ് ഷെയറിൻ്റെ ഫേസ് വാല്യൂ അവർ എന്ത് ചെയ്യണം? പേ ചെയ്യാൻ ലയബിൾ ആവണം. ലയബിൾ ആവും അവർ, മനസ്സിലായോ? മെമ്പർ ഓഫ് എ കമ്പനി ഈസ് ലയബിൾ ടു പേ ഫുൾ എമൗണ്ട് ഓഫ് ഷെയർ ഹെൽഡ് ബൈ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കമ്പനിയുടെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് എന്താണ് ലയബിലിറ്റി അല്ല, ലിമിറ്റഡ് ലയബിലിറ്റിയാണ് അല്ലേ. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എത്ര ഷെയർ ആണോ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണോ അവർ കൊടുത്തിട്ടുള്ളത് അത്ര മാത്രം അവർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? നഷ്ടപ്പെടുന്നുള്ളൂ അല്ലേ. അവരുടെ പേഴ്സണൽ അഫെയേഴ്സിലേക്കൊന്നും എന്ത് വരുന്നില്ല? ഈ ഒരു ലയബിലിറ്റി വരുന്നില്ല. then consequence of creditors, it is the duty of the liquidator to pay off all the liabilities of the company. കമ്പനിയുടെ എല്ലാ ലയബിലിറ്റീസും ക്രെഡിറ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യണം? പേ ഓഫ് ചെയ്യണം, സെറ്റിൽ ചെയ്യണം. then consequence as to servants and officers. A winding up order by a court operates as notice to discharge the employees and officers of a company except when the business of the company is continued. മനസ്സിലായോ? അതായത് ചിലപ്പോൾ കമ്പനിയുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവാം, കമ്പനി ആയിരിക്കും ചിലപ്പോൾ പൂട്ടിയിട്ടുണ്ടാവും, കമ്പനിയുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന കേസിലൊഴികെ കമ്പനി മൊത്തത്തിൽ നിർത്തുകയാണ് എന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ എന്താണ്? എല്ലാവരെയും എന്ത് ചെയ്യണം? പിരിച്ചുവിടും, മനസ്സിലായോ? പിന്നെ അവിടെ ജോലി എംപ്ലോയീസിനും ഓഫീസേഴ്സിനും ഒന്നും എന്തില്ല? നിലനിൽപ്പില്ല. ദെൻ കോൺസിക്വൻസസ് ആസ് ടു കോസ്റ്റ്. അസറ്റ് ഓഫ് ദ കമ്പനി ആർ ഇൻസഫിഷ്യൻറ്റ് ടു സാറ്റിസ്ഫൈ ലയബിലിറ്റീസ്, ദ കോർട്ട് മേ മേക്ക് എൻ ഓർഡർ ഫോർ പേയ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് അസറ്റ്. മനസ്സിലായോ? അതായത് കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റി പേ ചെയ്യാൻ ഇൻസഫിഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ അസറ്റിൻ്റെ കോസ്റ്റ് കൊടുക്കാനാണ് എന്ത് ചെയ്യുക? കമ്പനി കോർട്ട് ഓർഡർ ഇടുക. ഓക്കെ, then next consequence as to documents. Any document in the name of company must contain a statement that the company is wound up. എല്ലാ ഡോക്യുമെൻറ്റിലും കമ്പനിയുടെ പേരിലുള്ള ഡോക്യുമെൻറ്റിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? കമ്പനി വൈൻഡപ്പിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ് ലിക്വിഡേറ്റർ. ഈസ് എൻ ഓഫീസർ ഹു ഈസ് സ്പെഷ്യലി അപ്പോയിൻറ്റഡ് ടു വൈൻഡ് അപ്പ് ദ അഫെയർസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ എല്ലാ അഫെയർസും എല്ലാ നടത്തിപ്പുകളും വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് ലിക്വിഡേറ്റർ. ഓക്കെ, അപ്പോൾ ലിക്വിഡേറ്ററിൻ്റെ പവറും ഡ്യൂട്ടീസാണ് ടു വെരിഫൈ ദ ക്ലെയിംസ് ഓഫ് ഓൾ ദി ക്രെഡിറ്റേഴ്സ് ആൻഡ് കൺസോൾട്ടേറ്റ് ദം. അല്ല, എല്ലാ ക്രെഡിറ്റേഴ്സിനെയും ക്ലെയിംസ് വെരിഫൈ ചെയ്യുക, അത് കൺസോൾട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ടു ടേക്ക് ഇൻ ടു ഹിസ് കസ്റ്റഡി ഓൾ ദ അസറ്റ്, എല്ലാ അസറ്റും എല്ലാ പ്രോപ്പർട്ടിയും പിന്നെ ലിക്വിഡേറ്ററിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. പിന്നെ കോർപ്പറേറ്റ് ഡെപ്റ്ററിൻ്റെ എന്താണ് എല്ലാ പ്രോപ്പർട്ടിയും അസറ്റും ഇവാലുവേറ്റ് ചെയ്യുക. ടു ഇൻവൈറ്റ് ആൻഡ് സെറ്റിൽ ക്ലെയിം ഓഫ് ക്രെഡിറ്റേഴ്സ്, ഇൻവൈറ്റ് ചെയ്യുകയും അവരെന്നെ സെറ്റിൽ ചെയ്യുകയും ചെയ്യുക. എംപ്ലോയീസിനെയും അതർ ക്ലെയിമിനൊക്കെ എന്ത് ചെയ്യണം? സെറ്റിൽ ചെയ്യുക. ടു സെൽ ദ ഹോൾ ഓഫ് ദ അണ്ടർടേക്കിംഗ് ഓഫ് ദ കമ്പനി ആസ് ഗോയിങ് കൺസേൺ. അല്ലേ, എന്താണ്? കമ്പനിയുടെ എല്ലാ അണ്ടർടേക്കിങ്ങും എന്ത് ചെയ്യണം? വിൽക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ടു റേസ് എനി മണി റിക്വയർഡ് ഫോർ ദ സെക്യൂരിറ്റി ഓഫ് ദ അസറ്റ് ഓഫ് ദ കമ്പനി. ഓക്കെ, കമ്പനിയുടെ അസറ്റിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ക്യാഷ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് വീണ്ടും റേസ് ചെയ്യണം. അതായത് ഇൻസഫിഷ്യൻ്റ് ആണ് അവരുടെ ബാലൻസ് എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഡിസൊല്യൂഷൻ ഓഫ് കമ്പനിയാണ്. ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി മീൻസ് എക്സിസ്റ്റൻസ് ഓഫ് കമ്പനി കംസ് ടു ആൻ എൻഡ്. മനസ്സിലായി? നിലനിൽക്കുന്നൊരു കമ്പനി അവസാനിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ. നോക്കൂ, വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ട്രിബ്യൂണൽ ഈസ് നോട്ട് എസെൻഷ്യൽ. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്രിബ്യൂണലിൻ്റെ ഓർഡർ ആവശ്യമില്ല. എന്നാൽ ഡിസൊല്യൂഷൻ്റെ സമയത്ത് ഈസ് ഇറ്റ് എസെൻഷ്യൽ ആണ്. ഓർഡർ ഓഫ് ട്രിബ്യൂണൽ ഈസ് എസെൻഷ്യൽ. ദെൻ ദ ലീഗൽ എൻറ്റിറ്റി ഓഫ് ദ കമ്പനി ഈസ് കണ്ടിന്യൂസ്. കമ്പനിയുടെ ലീഗൽ എൻറ്റിറ്റി അല്ലേ, നിയമ ഇടപാടുകൾ എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യുക വൈൻഡപ്പിൻ്റെ സമയത്ത്. ഡിസൊല്യൂഷനിൽ കംപ്ലീറ്റ് സ്റ്റാറ്റസ്, പിന്നെ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല. കമ്പനി ഡിസോൾവ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല. പക്ഷേ കമ്പനി വൈൻഡപ്പ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പനിയുടെ ബിസിനസ് അല്ലെങ്കിൽ കമ്പനിയുടെ ലീഗൽ സ്റ്റാറ്റസ് കണ്ടിന്യൂ ചെയ്യും. മനസ്സിലായി? കമ്പനി അവിടെ പൂട്ടുന്നു, ലീഗൽ സ്റ്റാറ്റസ് കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ ലിക്വിഡേറ്റേഴ്സ് ക്യാരി ഔട്ട് ദ പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ്. ലിക്വിഡേറ്റേഴ്സാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ് എടുക്കുക. ഇവിടെ NCLT ആണ് എന്ത് ചെയ്യുന്നത്? ഓർഡർ ഓഫ് റെസൊല്യൂഷൻ ഓർഡർ പാസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൈൻഡിങ് അപ്പ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി. കമ്പനി ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ് മാത്രമാണ് വൈൻഡിങ് അപ്പ്. ഡിസൊല്യൂഷൻ ഈസ് ദ എൻഡ് പ്രോസസ്സ്.
ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ആണ് ഇപ്പോൾ നേരത്തെ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി. കമ്പനി ഡിസോൾവ് ചെയ്യുന്നതിന് ഓർഡർ ഓഫ് ട്രിബ്യൂണൽ ഉണ്ട്. ഡിസൊല്യൂഷൻ ബൈ ലിക്വിഡേഷൻ. ദെൻ ഇഫ് ദ നെയിം ഓഫ് കമ്പനി ഈസ് റിമൂവ്ഡ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് കമ്പനി. ഒന്ന് ട്രിബ്യൂണൽ ഓർഡർ ഇട്ടത് കൊണ്ട് കമ്പനി ഡിസോൾവ് ആവാം, അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റ് ആയതുകൊണ്ട്, കമ്പനി വൈൻഡപ്പ് ആയതുകൊണ്ടും എന്ത് ചെയ്യാം, പിന്നീട് കമ്പനി നിർത്താം അല്ലേ. ആദ്യം കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നു, കമ്പനി ലീഗൽ സ്റ്റാറ്റസ് തുടരുന്നു, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ലീഗൽ സ്റ്റാറ്റസും എന്ത് ചെയ്യണം, ഡിസോൾവ് ആയി പോകും. ദ നെക്സ്റ്റ് ഇഫ് ദ നെയിം ഓഫ് കമ്പനി ഈസ് റിമൂവ്ഡ് ഫ്രം ദ കമ്പനിയുടെ രജിസ്റ്ററിൽ നിന്ന് കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യപ്പെട്ടാൽ കമ്പനി ഡിസോൾവ് ആവും. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണ്. The central government has to establish a tribunal to be known as National Company Law Tribunal, NCLT അല്ലേ. അതായത് സെൻട്രൽ ഗവൺമെൻറ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ട്രിബ്യൂണലിനെ, കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ട്. കൺസിസ്റ്റ് ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് സച്ച് എ മെമ്പർ ഓഫ് ജുഡീഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെമ്പേഴ്സ് ആസ് മേ ബി ഡീംഡ് നെസസറി അല്ലേ. ഒരു പ്രസിഡൻ്റ് ഉണ്ടാവും, പിന്നെ കുറച്ച് ജുഡീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടാവും, ടെക്നിക്കൽ മെമ്പേഴ്സ് ഉണ്ടാവും, ഇതിൻ്റെ വശങ്ങളെല്ലാം അറിയുന്ന ടെക്നിക്കൽ മെമ്പേഴ്സ് ഉണ്ടാവും. ഇവരാണ് കമ്പനിയുടെ കാര്യങ്ങളെല്ലാം പിന്നീട് അല്ലേ ഓൾ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. ട്രിബ്യൂണൽ ഇവരാണ്. നെക്സ്റ്റ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ടു എസ്റ്റാബ്ലിഷ് an appellate tribunal known as National Company Law Appellate Tribunal. It has to consist of a chairman, judicial and technical members not exceeding 11 അല്ലേ. 11 ആൾക്കാരിൽ കൂടാത്ത ആൾക്കാർ അവിടെ ഉണ്ടാവും. It has to hear appeal against the order of the tribunal. ട്രിബ്യൂണൽ എന്തെങ്കിലും ഓർഡർ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഉള്ള അപ്പീലുകളെല്ലാം എവിടെയാണ് സ്വീകരിക്കുന്നത്, NCLAT-യിലാണ്. അതായത് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലാണ് എന്ത് ചെയ്യുക, സ്വീകരിക്കുക. അപ്പോൾ ഇത്രയാണ് വൈൻഡിങ് അപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ 5th മൊഡ്യൂളാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.